മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രമേശ് ചെന്നിത്തലയുടെ വിളിയിൽ നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു ഭരണപ്രതിപക്ഷ വാക്പോര് രൂക്ഷമായത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിൽ എത്തുന്നതെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു. സംസ്ഥാനത്തെ അടിക്കടിയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ കൊമ്പുകോർത്തത്. തുടക്കത്തിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 9 വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല. കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ? കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ്. ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്? ക്ഷമിക്കണം സാർ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഓരോ ചോദ്യത്തിനും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് മറുപടി പറയണമെന്നത് ശരിയാണോ എന്നും നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചെന്നിത്തല മനസ്സിലാക്കണമെന്നും ക്ഷുഭിതനായി മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അൺപാർലമെന്ററി വാക്കല്ലെന്ന് വീണ്ടും എഴുന്നേറ്റ് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളത് പറയും. അതേസമയം TP കേസിലെ പ്രതികളുടെ പരോൾ വിഷയം സഭയിൽ വീണ്ടും ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായി. നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങനത്തെ അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നുമല്ല വിളിച്ചത്. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് ശശി തരൂർ MP. രാഷ്ട്രീയത്തിന് അതീതമായി ലഹരി എന്ന വിപത്തിനെതിരെ നിലപാട് സ്വീകരിക്കണം. ഈ വിഷയത്തിൽ എല്ലാ മത നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ശശി തരൂർ